CBSEയുടെ ബോർഡ് എക്സാമുകൾ മാറ്റിവെച്ചതായി ഈ ജെനി സൂചിപ്പിച്ച രാജ്യങ്ങളിലെ ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാൻ എന്നിവിടങ്ങളിലെ CBSE സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് CBSE അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ മാർച്ച് 2 നടക്കുന്ന പരീക്ഷകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാർച്ച് 3-ാം തീയതി സ്ഥിതിഗതികൾ കൂടുതൽ കൃത്യമായി ഒന്നുകൂടി അവലോകനം ചെയ്യുമെന്നും 5-ാം തീയതി മുതലുള്ള പരീക്ഷകളുടെ സാഹചര്യം, പരീക്ഷകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ആ സമയത്ത് പിന്നീട് പുറത്തിറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. UAE സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാര കേന്ദ്രമായ ഗ്ലോബൽ വില്ലേജിലേക്ക് ഇന്നത്തെ പ്രവേശനം തടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജബൽ ജയ്സ് എന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. UAEയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടേക്കുള്ള പ്രവേശനവും തടഞ്ഞിട്ടുണ്ട്. UAEയുടെ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റി അല്പം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു അറിയിപ്പിൽ പറയുന്നത് സാഹചര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നും UAE റെസിഡൻസ്, UAEയിലെ താമസക്കാരും പൗരന്മാരും ഉൾപ്പെടെയുള്ളവർ സമചിത്തതയോടെ പെരുമാറണമെന്നും കൃത്യമായ വിവരങ്ങൾ, ഔദ്യോഗിക സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം മുഖവിലക്കെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖത്തറും ബഹ്റിനും ഉച്ചയ്ക്ക് ശേഷവും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനെ വളരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചു എന്നും അതത് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഖത്തറിൽ പൊതുജനങ്ങളുടെ കൂടിച്ചേരലുകൾ, മീറ്റിങ്ങുകൾ പോലുള്ള കാര്യങ്ങൾ താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അത്തരം സംശയാസ്പദമായ വസ്തുക്കൾ എന്തെങ്കിലും നിരത്ത് വെക്കിലോ മറ്റോ കണ്ടാൽ അത് അധികൃതരെ അറിയിക്കണമെന്നും അടുത്ത് പോകരുതെന്നും ഫോട്ടോ എടുക്കരുതെന്നുള്ള പൊതു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. UAEയിൽ പിന്നീട് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ്, അജ്മാനിലെ പ്രൈവറ്റ് സ്കൂളുകൾ റിമോട്ട് ലേണിംഗ് സംവിധാനത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 4-ാം തീയതി വരെ ഈ വിദൂര വിദ്യാഭ്യാസ രീതി പിന്തുടരുമെന്ന് അജ്മാനിലെ ഓഫീസ് ഓഫ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അഫയേഴ്സ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അപ്ഡേറ്റ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പൊതുവെ പറയാൻ സാധിക്കുന്നത് ഒമാനിലേക്കുള്ള ഇറാന്റെ ഒരു ആക്രമണ ശ്രമം സംബന്ധിച്ചാണ്. ഒമാൻ ഇതുവരെയും ഇറാന്റെ ഇന്നലെ തുടങ്ങിയ ആക്രമണ രീതികളിൽ ഒരിടത്തും ഒമാൻ ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പ്രസക്തം. അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റിന് ഒരല്പം പ്രസക്തി ഉള്ളത്. ഒമാൻ മാരിടൈം സെന്ററിന്റെ ഒരു അറിയിപ്പ് വരുന്ന പ്രകാരം മുസന്തം ഗവർണറേറ്റിലെ ഖസബ് പോർട്ടിൽ നിന്നും ഒരു 5 നോട്ടിക്കൽ മൈൽ വടക്ക് മാറി ഒരു ഓയിൽ ടാങ്കറിന് നേരെ ആക്രമണം നടന്നു എന്നുള്ള വിവരമാണിത്. അതിൽ 5 ഇറാനികളും 15 ഇന്ത്യക്കാരും ജീവനക്കാരായി ഉണ്ടായിരുന്നു. ഇവരെല്ലാം സുരക്ഷിതരായി പുറത്തെത്തിക്കാൻ സാധിച്ചുവെന്നും 4 പേർക്ക് വളരെ ചെറിയ സാരമല്ലാത്ത പരിക്കേറ്റുവെന്നും അവരെ ചികിത്സയ്ക്കായി മാറ്റിയെന്നുമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒമാനിൽ നിന്ന് ദുഃഖം തുറമുഖത്ത് 2 ഡ്രോണുകൾ വന്ന് പതിച്ചതായി ഒമാൻ വാർത്താ ഏജൻസി സ്ഥിരീകരിക്കുന്നുണ്ട്. ഒന്ന് തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തും മറ്റൊന്ന് ഈ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്തതിന്റെ അവശിഷ്ടങ്ങൾ ടാങ്കുകൾക്ക് സമീപം വന്ന് വീണു, ഇന്ധന ടാങ്കുകൾക്ക് സമീപം വീണു എന്നാണ്. പക്ഷെ ഇതിലും ആളപായമോ മറ്റെന്തെങ്കിലുമുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഇറാനും US തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നത് ഒമാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ തുടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സമയത്തും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഒമാന് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായും തന്നെ അതുകൊണ്ട് തന്നെ ഒരു പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റൊന്ന് ഇവിടെ നിന്നുള്ള അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്, നമുക്ക് സ്ഥിരീകരിക്കുന്ന അപ്ഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിലെ ഇത്തിഹാദ് ടവറിലേക്ക് ഒരു ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് 2 പേർക്ക്, ഒരു സ്ത്രീക്കും കുട്ടിക്കും പരിക്കേറ്റു, സാരമല്ലാത്ത പരിക്കേറ്റു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇത്രയുമാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ. വിമാനയാത്ര സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപുള്ള ബുള്ളറ്റിനുകൾ നൽകിയതുപോലെ തന്നെയാണ് നിലവിലത്തെ സാഹചര്യവും. ഏതാണ്ട് എല്ലാ വിമാന കമ്പനികളും UAEയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ വിമാന കമ്പനികളും അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലേക്ക്, നിലവിൽ വരുന്ന 1-2 ദിവസത്തേക്കാണ് വിമാന സർവീസുകൾ ഇല്ല എന്ന് പൊതുവിൽ അറിയിച്ചിട്ടുള്ളത്. 10 മുതൽ 15 ദിവസം വരെയുള്ള അടുത്ത ടിക്കറ്റുകൾ, നിലവിൽ ദിവസങ്ങളിൽ യാത്ര ചെയ്യാനിരുന്നവർക്ക് ടിക്കറ്റുകൾ സൗജന്യമായി മാറ്റി നൽകുമെന്നും അതല്ലെങ്കിൽ റീഫണ്ടിനുള്ള സൗകര്യം ഉണ്ടെന്നുള്ള അപ്ഡേറ്റുകളാണ് വിമാന കമ്പനികൾ നൽകുന്നത്.